ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽമാരെയും വൈസ്രോയിമാരെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നാണ്? 1600. എവിടെയാണ് സ്ഥാപിതമായത്? ലണ്ടനിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1600 ലണ്ടനിലാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലമാണ് സൂററ്റ്. മിക്ക ഉദ്യോഗാർത്ഥികൾക്കും തെറ്റിപ്പോകുന്നൊരു ചോദ്യമാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് AD 1600 ലണ്ടനിലാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായൊരു ഫാക്ടറി സ്ഥാപിച്ച സ്ഥലമാണ് ഗുജറാത്തിലെ സൂററ്റ്. ഈ സൂററ്റിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1608 ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും റോബർട്ട് ക്ലൈവ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കുന്നത്? ബാബറിനെ നമുക്കറിയാം, മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ് ബാബർ. അതുപോലെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് റോബർട്ട് ക്ലൈവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കുന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി റോബർട്ട് ക്ലൈവ് ആണ്. 1765 റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയത്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലും ആയത്. ഈ ഭാഗം തെറ്റിപ്പോകാതെ തന്നെ പഠിക്കണം. ബംഗാളിലെ ആദ്യ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ അവസാന ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 1784 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലഘട്ടത്തിൽ സാദർ ദിവാനി അദാലത്ത് സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലഘട്ടത്തിൽ സാദർ ദിവാനി അദാലത്ത് സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏത് നിയമപ്രകാരമാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത്? റെഗുലേറ്റിംഗ് ആക്ട്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1774 കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം 1774 സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിൽ ദ്വിഭരണം റദ്ദ് ചെയ്ത ഭരണാധികാരി ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. 1772 വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ദ്വിഭരണം റദ്ദ് ചെയ്തത്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണാധികാരി റോബർട്ട് ക്ലൈവും ബംഗാളിൽ ദ്വിഭരണം റദ്ദ് ചെയ്ത ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സുമാണ്. കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭു ആണ്. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വർഷം 1793 ആണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭു. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭുവാണ്.
ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? കോൺവാലിസ് പ്രഭു. ഇത് ഓർത്തിരിക്കാനൊരു കോഡ് തന്നെ ഉണ്ട്. എന്താണ്? പോലീസ് വാലിസ്. പോലീസ് വാലിസ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്നത് കോൺവാലിസ് ആണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു. 1798 റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു ഇന്ത്യയിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. സൈനിക സഹായ വ്യവസ്ഥ എന്നാൽ എന്താണ്? ബ്രിട്ടനുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യത്തിന് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് പ്രസ്തുത നാട്ടുരാജ്യത്തിൽ കമ്പനിയുടെ ഒരു സൈന്യത്തെ വിന്യസിപ്പിക്കുകയും അവരുടെ മുഴുവൻ ചെലവും രാജാവിനെ കൊണ്ട് വഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് വെല്ലസ്ലി പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു ആണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദാണ്. 1813 ചാർട്ടർ നിയമം പാസാക്കിയപ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? മിൻറ്റോ പ്രഭു ഒന്നാമൻ. ചാർട്ടർ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1813. ഈ നിയമം പാസാക്കിയപ്പോഴത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ മിൻറ്റോ പ്രഭു ഒന്നാമനായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണിത്. ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്, ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ വാറൽ ഹേസ്റ്റിങ്സ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവെന്ന് ചോദിക്കാം. ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. ആധുനിക പാശ്ചാത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക് പ്രഭുവാണ്. 1829 സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് എന്ന് പലരും തെറ്റായി പഠിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് അല്ല. രാജാറാം മോഹൻ റോയുടെ പരിശ്രമ ഫലമായി സതി എന്ന ദുരാചാരം നിർത്തലാക്കിയ ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭുവാണ്. നിർത്തലാക്കിയ വർഷം 1829. ഏത് നിയമപ്രകാരമാണ് വില്യം ബെൻഡിക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയത്? ചാർട്ടർ ആക്ട്. 1833 ചാർട്ടർ ആക്ട് പ്രകാരമാണ് വില്യം ബെൻഡിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയത്. നേരത്തെ ഞാൻ ചാർട്ടർ ആക്ടിൻ്റെ വർഷം പറഞ്ഞത് 1813 എന്നും ഇപ്പോൾ പറഞ്ഞത് 1833 എന്നുമാണ്. തീർച്ചയായും നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഇവിടെ ഉണ്ടാകാനിടയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ചാർട്ടർ ആക്ട് ആദ്യമായി നിലവിൽ വന്നത് 1793. ഇത് 20 വർഷത്തേക്ക് പുതുക്കി പിന്നീട് വന്നതാണ് 1813. വീണ്ടും 20 വർഷം പുതുക്കിയ കരാറാണ് 1833 വന്ന ചാർട്ടർ ആക്ട്. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 1793 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ചാർട്ടർ ആക്ട്. ശിശുബലിയും പെൺ ശിശുഹത്യയും ശൈശവ വിവാഹവും നിരോധിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. ശിശുബലിയും പെൺ ശിശുഹത്യയും ശൈശവ വിവാഹവും നിരോധിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭുവാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി ആരാണ്? മെക്കാളെ പ്രഭു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? മെക്കാളെ മിനിറ്റ്സ്. മെക്കാളയുടെ മിനിറ്റ്സാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് മെറ്റ്കാഫ്. ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. 1843 ഇന്ത്യയിൽ അടിമത്ത നിയമം പാസാക്കിയ ഭരണാധികാരി ആരാണ്? എലൻ ബെറോ പ്രഭു. 1843 ഇന്ത്യയിൽ അടിമത്ത നിയമം പാസാക്കിയ ഭരണാധികാരി എലൻ ബെറോ പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ്, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നെല്ലാം അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭു. ആധുനിക ഇന്ത്യയുടെ പിതാവെന്നും ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നുമെല്ലാം അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ഡൽഹൌസി പ്രഭുവാണ്.
1848 ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭു. 1848 ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഭരണാധികാരി ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ, തപാൽ, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ, തപാൽ, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി പ്രഭുവാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? വുഡ്സ് ഡെസ്പാച്ച്. 1854 വുഡ്സ് ഡെസ്പാച്ചാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ദത്തവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാണ്? സത്താറ. 1848 ദത്തവകാശ നിരോധന നയത്തിലൂടെ സത്താറയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും നാട്ടുരാജ്യങ്ങളിൽ ഭരണാധികാരികൾക്ക് അനന്തരാവകാശികൾ ഇല്ലാതെ വന്നാൽ അവർക്ക് പിന്നീട് അവകാശികളെ ദത്തെടുക്കാൻ അവകാശമില്ല. ദത്തെടുത്താൽ അവർക്ക് അധികാരം കൈമാറാൻ പാടില്ല എന്നും ഇത്തരത്തിൽ അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെടും എന്നതാണ് ദത്തവകാശ നിരോധന നിയമം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യ വൈസ്രോയിയും ആരായിരുന്നു? കാനിങ് പ്രഭു. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കാനിങ് പ്രഭുവാണ്. അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭു തന്നെയാണ്. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ആരാണ്? കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? കാനിങ് പ്രഭു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. 1860 ഇൻഡിഗോ വിപ്ലവം നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ. ഈ ഇൻഡിഗോ വിപ്ലവം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. അപ്പോൾ ബംഗാളിൽ 1860 ഇൻഡിഗോ വിപ്ലവം നടന്നത് കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് 1860 കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാണ്? 1860 ഇത് കാനിങ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ് അതായത് IPC പാസാക്കിയ വർഷം ഏതാണ്? 1860 ഇത് പാസാക്കിയ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി ആരാണ്? മേയോ പ്രഭു. മേയോ പ്രഭു കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ്? ആൻഡമാനിൽ വെച്ചാണ്. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം റദ്ദാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റിപ്പൺ പ്രഭു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെട്ടത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് ആരംഭിച്ച ഭരണാധികാരി റിപ്പൺ പ്രഭുവാണ്. 1881 ഇന്ത്യയിൽ ആദ്യമായി ഒരു സെൻസസ് നടക്കുന്നത്. ഇത് നടത്തിയത് റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബില്ല് പാസാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? റിപ്പൺ പ്രഭു. ഇൽബർട്ട് ബില്ല് പാസാക്കിയ വർഷം ഏതാണ്? 1883 ഇൽബർട്ട് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ കൂടി അനുവദിക്കുന്നൊരു നിയമമായിരുന്നു ഇൽബർട്ട് ബില്ല്. ഇന്ത്യക്കാർക്ക് അനുകൂലമായ ഈ ഒരു ബില്ല് പാസാക്കിയതിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു ഭരണാധികാരിയാണ് റിപ്പൺ പ്രഭു. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? റിപ്പൺ പ്രഭു. 1882 റിപ്പൺ പ്രഭു വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ വർഷം നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? 1885 ഈ സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്.
ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? കഡ്സൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി കഡ്സൺ പ്രഭുവാണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആരാണ്? കഡ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഡ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച് രണ്ടാമൻ. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമനാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? അതും ഹാർഡിഞ്ച് രണ്ടാമൻ തന്നെയാണ്. വർഷവും അതുതന്നെയാണ് 1911. റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ആരാണ്? ചെംസ്ഫോർഡ് പ്രഭു. 1919 റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ്. റൗലറ്റ് ആക്റ്റാണ് കരിനിയമം എന്നറിയപ്പെടുന്നത്. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്റ്റാണ്. എന്താണ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ? വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലിടാനുള്ള അധികാരമായിരുന്നു ഈ റൗലറ്റ് ആക്ട്. വിചാരണ കൂടാതെ ഇന്ത്യക്കാരെ എത്ര കാലം വേണേലും തടവിൽ വെക്കാൻ പറ്റുന്ന ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. ആ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ കോൺഗ്രസ് ആണ്. ഈ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. 1929 ശാരദാ നിയമം പാസാക്കിയ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 14 ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിജപ്പെടുത്തിയൊരു നിയമമാണ് ശാരദാ നിയമം. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭു. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ വൈസ്രോയി ആരാണ്? ലിൻലിത്ഗോ പ്രഭുവാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ഗോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവായിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭുവായിരുന്നു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയുടെ പേര് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നായിരുന്നു. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? ബാൾക്കൺ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളാണ് ബാൾക്കൺ പദ്ധതി, ജൂൺ 3 പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് ഏതാണ്? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസാക്കിയ, അതായത് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസാക്കിയ അവസാനത്തെ നിയമമാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇത് നിലവിൽ വന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായ 1947 ഓഗസ്റ്റ് 15 അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളെക്കുറിച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.